Meet the editors. കുംഭകോണ ആരോപണം രാജീവ് ചന്ദ്രശേഖരന് രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന ഓൺട്രപ്രണർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ടാണ്. രാജ്യസഭാംഗമായിരുന്നു കർണാടകയിൽ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ BJP അധ്യക്ഷനെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ രാഷ്ട്രീയ തിരിച്ചടിയാകും അഥവാ രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന വാർത്ത വന്നിട്ട് കുറേ കാലമായി. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട ഒരു കാലം അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നതിന് വളരെ മുമ്പാണ്. BDJSൻ്റെ രൂപീകരണത്തിന് വരെ പിന്നിൽ ചരട് വലിച്ച ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റേതായിരുന്നു. അങ്ങനെയാണ് BDJS രൂപീകൃതമാകുന്നത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാകുന്നു. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരുന്നു. തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ പോലെ തന്നെ വ്യത്യസ്തനായ ഒരു മുഖമാണ്. സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി ഇന്ത്യയിൽ വരുന്നു. BPLൻ്റെ ഭാഗമാകുന്നു. BPL മൊബൈൽ എന്ന പ്രസ്ഥാനം ലോഞ്ച് ചെയ്യുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ വലിയ വിപ്ലവം നടത്തിയ ടെക്നോക്രാറ്റ് എന്ന രീതിയിൽ പേരെടുത്ത ഒരു മനുഷ്യൻ. അതിനുശേഷം കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് വരുന്നു. അതിനുശേഷം BJPക്കാരനാകുന്നു. പിന്നെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ വരുമ്പോൾ വളരെ വലിയ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. ശശി തരൂർ വെറും 15,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതൊരു വിജയമേ അല്ല. അപ്പോൾ അത്രയും പ്രതീക്ഷ നൽകി വലിയ ഫൈറ്റാണ്. ഞാൻ വിചാരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആ തീരുമാനം, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് അതിൽ വലിയ അതൃപ്തിയായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരാണ് പ്രതീക്ഷിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെ. അതായിരുന്നു സ്ഥിതി. അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരളത്തിലെ അടുത്ത ഇന്നിങ്സ് തുടങ്ങുന്നത് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ പല പേരുകൾക്കിടയിൽ ഇങ്ങനെ ഒരു നേതാവിനെ പിക്ക് ചെയ്യുന്നതിനകത്ത് കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെല്ലാം BJP മുന്നിൽ കണ്ടിരുന്നു. ഒരു ടെക്നോക്രാറ്റായ മനുഷ്യൻ, സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല. വളരെ നല്ലത്. കേരളത്തിൽ അങ്ങനെ ഒരാളില്ല ശശി തരൂർ ഒഴിച്ചാൽ. ശശി തരൂർ ആണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ആളുമല്ല. അങ്ങനെ പ്രതീക്ഷയോടുകൂടി വരുന്നു. അദ്ദേഹം ഷോൺ ജോർജ്, അനൂപ് ജേക്കബ് മുതലായ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള അനൂപ് ആൻ്റണി എന്ന 2 പേരെ കൊണ്ടുവരുന്നു. അങ്ങനെ എങ്ങനെയാണ് BJP രാഷ്ട്രീയം തിരിയാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചന കൂടി അദ്ദേഹം നൽകി. അവിടെ നിന്ന് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലോഞ്ച് ശരിയായില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന കാഴ്ച. മുമ്പുണ്ടായിരുന്ന BJPയുടെ കേരളത്തിലെ ഘടാഘടിയൻ നേതാക്കന്മാർ, പഴയ സംസ്ഥാന പ്രസിഡന്റ്, അതിന് മുമ്പുണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റ്, ഇവർക്കെല്ലാം അതൃപ്തിയായി മാറുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് തന്നെ പോകുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ കാർഡുകളിലൊന്നും വേണ്ട, അതായത് പച്ച വേണ്ട, കാവി വേണ്ട, പകരം നീലയും ചുവപ്പും ഉപയോഗിക്കാം, നല്ല ചുവപ്പിലൊക്കെയാണ് അദ്ദേഹം കാർഡുകൾ അടിച്ചത്. അങ്ങനെ വേറൊരു രാഷ്ട്രീയ ലൈൻ പിടിക്കുന്നു. വളരെ വലിയ എതിർപ്പുണ്ടാകുന്നു. ഏറ്റവും അവസാനം ഞങ്ങളെയൊന്നും ഈ ഒരു പരിപാടിയിലും സഹകരിപ്പിക്കുന്നില്ല എന്ന് ഏതാണ്ട് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് മറ്റ് നേതാക്കന്മാർ മാറുന്നു. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റ് ചോദിക്കും, ഞങ്ങളല്ലല്ലോ എന്ന മട്ടിലേക്ക് പോകുന്നു. അവസാനം ഇന്നലെ ആകുമ്പോഴേക്കും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റ് വളയൽ, അത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയായിരുന്നു. രാപ്പകൽ സമരമായിരുന്നു. അതിൽ നമുക്കറിയാവുന്ന പേരുകളൊന്നും സുരേന്ദ്രനൊന്നും ആ വഴിക്ക് കണ്ടില്ല. അതിനോടൊന്നും അവർ കാര്യമായിട്ട് പ്രതികരിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഇന്നിങ്സിൻ്റെ ഒരു സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു വളരെ വലിയ ഒരു ആരോപണം കർണാടകത്തിൽ നിന്ന് വരുന്നത്. കർണാടകത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനുള്ള ആരോപണം ഭൂമി കുംഭകോണമാണ്. ഇതിന് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പൊരു ഒരു പാരലുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലെ കളമശ്ശേരി തന്നെയാണ്. കളമശ്ശേരിയിൽ ഓർക്കുന്നുണ്ടോ, പണ്ട് V.S. അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ഭൂമി കുംഭകോണമുണ്ട്. അത് HMT ലാൻഡ് ഡീലാണ്. അത് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളികൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്. കേരള സർക്കാർ സൗജന്യമായി HMTക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുന്നു സൗജന്യമായി. HMT അവിടെ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നു. HMT വളരെ വലിയൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സായി മാറുന്നു. അതിനുശേഷം HMT ക്ഷയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഉപയോഗിക്കാത്ത ഒരു 70 ഏക്കർ ഭൂമി അത് HDAലിന് കൊടുക്കുകയാണ്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് HDAലിന് കൊടുക്കുന്നു. അത് സൗജന്യമായി കേരള സർക്കാർ കൊടുത്ത ഭൂമി HDAലിന് കൊടുക്കുന്നത് പക്ഷേ 91 കോടി രൂപയ്ക്കാണ്. HDAൽ അവിടെ ഒരു IT പാർക്ക് പണിയാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.
അവിടെയാണ് ഈ വിഷയം തിരിയുന്നത്. വി എസ് അച്യുതാനന്ദൻ അതിൽ കയറി പിടിക്കുന്നു. വി എസ് ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കേരള സർക്കാർ സൗജന്യമായി നിങ്ങൾക്ക് ഭൂമി തന്നത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തന്ന ഭൂമി നിങ്ങൾ എങ്ങനെയാണ് വലിയ ലാഭത്തിന് സൗജന്യമായി കിട്ടിയ ഭൂമി കുറച്ചു കാലം കഴിയുമ്പോൾ 91 കോടിക്ക് നിങ്ങളെങ്ങനെയാണ് മറിച്ച് വിൽക്കാനാവുക എന്ന് ചോദിച്ചു വളരെ വലിയ രാഷ്ട്രീയ ചോദ്യമായി മാറുന്നുണ്ട്. ഇന്ന് HMDയുടെ ആ ഭൂമിയുടെ ഒരു ഭാഗം 4-5 ദിവസം മുമ്പ് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഭൂമിയുടെ ഒരു ഭാഗം ഇപ്പോൾ മറ്റേ ജഡ്ജ് എന്താണ് ഹൈക്കോടതിയുടെ പുതിയ സമുച്ചയത്തിൻ്റെ ഒരു കോംപ്ലക്സ് വരുന്നതിലേക്ക് മാറുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ നിസ്സാര വിലയ്ക്ക് ഭൂമി കൈക്കലാക്കുന്ന വലിയ ഇൻഡസ്ട്രിയൽ ഭീമന്മാർ അത് പിന്നെ ഒരു മറച്ചു വയ്ക്കുന്നതിൻ്റെ കഥയൊക്കെ നമുക്ക് ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെയുള്ള ഫൈറ്റ് കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിസ്സാര വിലയ്ക്ക് ഭൂമി വാങ്ങുക, പിന്നെയാണ് എങ്ങനെയാണത് പല കൈകൾ മറിഞ്ഞ് ശതകോടികളുടെ വലിയ കച്ചവടമായി മാറുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ കോണ്ടെക്സ്റ്റിൽ ബാംഗ്ലൂരിലെ നമ്മളിപ്പോൾ കേൾക്കുന്ന സ്റ്റോറി നമുക്ക് രസകരമായി തോന്നും. അതിൽ ഈ പരാതി ഉന്നയിക്കുന്ന കക്ഷി അഡ്വക്കേറ്റ് കെ എൻ ജഗദീഷ് പറയുന്നതും സമാനമായ ഒരു കഥയാണ്. അവിടെ ബാംഗ്ലൂർ ഇത് ചരിത്രം നടക്കുന്നത് 1990-കളിലാണ്. 1990-കളുടെ തുടക്കത്തിൽ IT ബൂമിൻ്റെ സമയത്ത്, വലിയ ഇൻഡസ്ട്രിയൽ ബൂമിൻ്റെയൊക്കെ സമയത്ത് 175 ഏക്കർ ഭൂമി, ഈ പരാതിയിൽ പറയുന്ന അനുസരിച്ചാണ് 175 ഏക്കർ ഭൂമി അവിടെ BPL കമ്പനിക്ക് പുതിയ വ്യവസായം തുടങ്ങാൻ, ടെലിവിഷൻ സെറ്റുകൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ കഥ തുടങ്ങുന്നത്. അത് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭൂമി അത് കർഷകരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ കഷ്ടിച്ച് 1.1, അതായത് 1,10,000 രൂപയ്ക്കാണ് ഒരേക്കറിന് 1,10,000 രൂപയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് 175 ഏക്കർ ഭൂമിയാണ്. ആ 175 ഭൂമിയുടെ ഇടപാട് നടക്കുന്നത് 96. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വ്യവസായ ആവശ്യത്തിന് ഭൂമി കൈമാറുമ്പോൾ അതാദ്യം പൊസഷനാണ് കൊടുക്കുക. ഭൂമി പൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാനോ ഒന്നും അവകാശമില്ല, നിങ്ങൾക്ക് അതിന് കൈവശാവകാശമുണ്ട്. നിങ്ങളോട് പണിയെടുത്തോളൂ, എത്ര കാലം വേണമെങ്കിലും കൈവശാവകാശമുണ്ട്. അത് നിങ്ങൾക്ക് വിൽക്കാനാവില്ല. എത്ര കാലത്തേക്ക് വേണമെങ്കിൽ സർക്കാരുമായിട്ടുള്ള കരാർ അനുസരിച്ച്, ഓരോ കരാർ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ HMDയിൽ സംഭവിച്ചത് അത് ഫ്രീ ആയിട്ട് വിൽക്കുകയായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇതിൽ എത്തിക്കൽ പ്രശ്നം ഉണ്ടാവുകയും കോടതിയിൽ പോവുകയും സർക്കാർ തൂക്കുകയും ജയിക്കുകയും മാറി വരികയൊക്കെ ചെയ്തത്. ഇത് പക്ഷേ പൊസഷനാണ്. ആ പൊസഷനായിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് കാര്യമായ പരിപാടികളൊന്നും നടന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള പത്രവാർത്തകൾ മുമ്പ് വന്നിരുന്നത്. ഇപ്പോൾ കെ എൻ ജഗദീഷ് ഉന്നയിക്കുന്നു അതാണ്. പക്ഷേ BPL ഇന്ന് ഒരു വിയോജനക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ കാണിക്കാം, ഞങ്ങൾ അവിടെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫ് വരട്ടെ, അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി പറയാം. പക്ഷേ തൽക്കാലം നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത, ഈ ഭൂമി കുറച്ചു കാലം കഴിയുമ്പോൾ വൻ ലാഭത്തിന് വേറെ ആർക്കൊക്കെ വിറ്റു എന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പൊസഷനാണല്ലോ, പൊസഷനായ ഭൂമിയാണ്, നിങ്ങൾക്ക് വിൽക്കാൻ അവകാശമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുക? കേരളത്തിലാണെങ്കിൽ പൊസഷനുള്ള ഭൂമി നിങ്ങൾക്ക് അങ്ങനെ വിൽക്കാൻ പറ്റില്ല. പരാതിയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2004 ആകുമ്പോഴേക്കും BPL ഇന്ത്യ ലിമിറ്റഡ് അവർ സർക്കാരിനെ സമീപിക്കുകയാണ്. ഇത് ചോദിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം കൂടി വേണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്നു. അത് ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഭൂമി ഈട് വെച്ച് ലോൺ എടുക്കാൻ അവസരം വേണമെന്നാണ്. അത് ബാങ്ക് ഓഫ് ബഹ്റൈൻ ആൻഡ് കുവൈറ്റിലെ ബാങ്ക് ലീഡ് വെച്ച് ഭൂമി ലീസിന് വെച്ചിട്ട് പൈസ എടുക്കാൻ അനുവദിക്കണം എന്നാണ്. അത് സർക്കാർ സമ്മതിക്കുന്നു. അതാണ് ആദ്യം. പൊസഷനായിരുന്ന ഭൂമി ആദ്യം ഈട് വെച്ച് പൈസ എടുക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ അനുവദിച്ചു എന്നാണ് കെ എൻ ജഗദീഷിൻ്റെ പരാതിയിൽ പറയുന്നത്. 2006 ആകുമ്പോഴേക്കും ഈ ചിത്രം മാറുകയാണ്. ഈ പറഞ്ഞ കാര്യം നടന്നത് 2004-ലാണ്. 2006 ആകുമ്പോൾ ഈ ചിത്രം മാറുന്നു. ഒരു അപേക്ഷ കൂടി പോവുകയാണ്, ഈ ഭൂമി സ്വന്തമായി വേണം, ഞങ്ങളുടെ പേരിൽ വേണം എന്നാവശ്യപ്പെടുന്നു. അതും സർക്കാർ അനുവദിക്കുന്നു 2006-ൽ. ഇത് അനുവദിച്ചതിന് ശേഷം BPL ഇന്ത്യ ലിമിറ്റഡ് സോൾഡ് 175 ഏക്കറാണ്, അതിൽ 87.somewhat acres ഓഫ് ലാൻഡ് ടു മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഫോർ എ പ്രൈസ് ഓഫ് 275 crores. നേരത്തെ 175 ഏക്കർ ഭൂമി ആകെ 6 കോടിക്കാണ് വാങ്ങിച്ചത്. 95-96 സമയത്താണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് വെച്ചാൽ അല്ലല്ലോ. കാരണം ഇതിനെല്ലാം സർക്കാരിന് അനുമതിയുണ്ട്. ആദ്യം സർക്കാർ ലീസിന് അനുമതി കൊടുക്കുന്നു, മോർഗേജ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു, പണയം വയ്ക്കാൻ അനുമതി കൊടുക്കുന്നു, അതിനുശേഷം ഭൂമി സ്വന്തം പേരിലാക്കാനുള്ള അനുമതി കൊടുക്കുന്നു. അങ്ങനെ സർക്കാർ അനുവദിച്ച ശേഷം അത് വിൽക്കുമ്പോഴേക്കും വലിയ അത് തന്നെ ഒരു വ്യവസായമായി മാറുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് മുറിച്ച് ഭൂമി വിറ്റു എന്നുള്ളതാണ് ജഗദീഷിൻ്റെ പരാതിയിൽ പറയുന്നത്. 33 ഏക്കർ
പിന്നീട് 2009-10 ആകുമ്പോഴേക്കും മറ്റേ 2011 അതിന് മുമ്പ് 2009-10 33 ഏക്കർ വീണ്ടും ആദ്യം സുസുക്കിക്ക് വിറ്റത് 33 ഏക്കറാണ്. അതിനുശേഷം BOC ഇന്ത്യ, ജിൻഡാൽ അലുമിനിയം ഗ്രൂപ്പ്, ഇങ്ങനെ ഇവർക്കെല്ലാം 2010 അവസാനം ഈ ഭൂമി മുഴുവൻ വിറ്റ് കഴിഞ്ഞു. ഇതാണ് ഈ കഥയുടെ രക്തച്ചുരുക്കം. ഇതിനെല്ലാം സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നും ഇതൊരു വലിയ വിഷയമാണെന്നാണ് പറയുന്നത്. 2016 കർണാടകത്തിലെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. ഈ 95 സമയത്ത് ഈ ഭൂമി കൊടുത്തപ്പോൾ തന്നെ വലിയ തർക്കവും കേസുമൊക്കെ ഉണ്ടായതാണ്. അത് തങ്ങൾ ജയിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനി പറയുന്നത്. എന്തോ ആട്ടെ, പക്ഷേ ഈ വിഷയത്തിൻ്റെ മർമ്മം ഇരിക്കുന്നത് കഴിഞ്ഞ 55 വർഷത്തിനിടയ്ക്ക് 1,55,000 ഏക്കർ കർഷക ഭൂമി, 1,55,000 കർഷക ഭൂമി സർക്കാരിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഭൂമി അക്വയർ ചെയ്യുന്ന കർണാടക ബോർഡ് ഏറ്റെടുക്കുകയും അത് പലർക്കായി ഇതുപോലെ വിറ്റുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ ആരോപണം. രാജീവ് ചന്ദ്രശേഖറിനകത്ത് ചെറിയ മീനോ വലിയ മീനോ ആയിക്കോട്ടെ, പക്ഷേ 175 ഏക്കറല്ല 1,55,000 ഏക്കർ ഭൂമി ഇങ്ങനെ പലർക്കായി കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. അത് വളരെ ഗൗരവമായ കാര്യമാണ്. കേരളത്തിൽ ഒരു HMT ലാൻഡ് ഡീൽ ഇതിലും എത്രയോ ചെറുതാണ്, വെറും 70 ഏക്കർ ഭൂമിയാണ്. അതുണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എത്ര വർഷം ഇതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ നടന്നു. ഇവിടെ 1,55,000 ഏക്കർ ഭൂമി കർഷകരുടെ ഭൂമി ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. കർഷകർക്ക് കൊടുത്തത് 1,10,000 രൂപ, രാജീവ് ചന്ദ്രശേഖർ വാങ്ങിക്കുമ്പോൾ 6 കോടി, അതിനുശേഷം വിൽക്കുമ്പോൾ 300 ചില്ലുവാനം കോടി, അത്രയുമായി മാറുന്നു. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളാണെങ്കിൽ രാഷ്ട്രീയക്കാരാവേണ്ടതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭൂമി കച്ചവടം നടക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു അനുമതി കൊടുക്കാനാവുക? അതെങ്ങനെയാണ്? അതിൻ്റെ പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ്? അത് അന്വേഷിക്കണമെന്നും കണ്ടുപിടിക്കണമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് BPLൻ്റെ ഒരു വിയോജനക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇത് വാർത്ത ശരിയല്ല. ഈ സ്ഥലത്ത് ഞങ്ങൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 450 കോടി രൂപ ഞങ്ങളവിടെ ചിലവാക്കി. ജഗദീഷ് പറയുന്നത് 4 ഷെഡ് അടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും ചിത്രങ്ങളുമായി 2 കൂട്ടരും വരട്ടെ. 4 ഷെഡാണോ 450 കോടിയുടെ കെട്ടിടമാണോ നടന്നതെന്നറിയാം. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനകത്ത് അത്ഭുതകരമായി തോന്നുന്നു. BPCL is deeply distressed by efforts to drag Mr. Rajiv Chandrasekhar's name into the issue. Mr. Chandrasekhar has not been associated with BPL Limited in any financial, shareholding or fiduciary or in any capacity. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് BPCLൻ്റെ അടുത്ത ഘട്ടത്തിലെ വളർച്ചയുടെ ബ്രെയിൻ രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ BPCLൻ്റെ തലച്ചോറ്, അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്ന BPCLൻ്റെ തലച്ചോറെന്ന് പറഞ്ഞാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, വിശേഷിപ്പിക്കുന്നത്. പോസ്റ്ററുകളിലും അങ്ങനെ ഉണ്ടെന്നാണ്, നോട്ടീസുകളിലും അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോക്കിയാലും BPL മൊബൈൽ ആരാണ് ലോഞ്ച് ചെയ്തത്? രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കമ്പനിയാണിത്. ആ വിവാഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കമ്പനിയിലേക്ക് വരുന്നത്. എല്ലാം ഉണ്ട്. GGP നമ്പ്യാരുടെയാണ്. നമുക്കറിയാവുന്ന ആളാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പേര് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ടെക്നിക്കലി ഇനിയിപ്പോൾ ഇതുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ പറഞ്ഞത് ശരിയല്ല. താങ്കളല്ല BPLുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുമെന്നാണ്. അദ്ദേഹത്തെ കാത്ത് ഒരു പിടി ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു, വിളിച്ചില്ല. നാളെ വിളിക്കും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരട്ടെ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, കൃഷിഭൂമി ഏറ്റെടുക്കുക, അത് ഒരാൾക്ക് പൊസഷൻ കൊടുക്കുക, പിന്നീട് അദ്ദേഹത്തിന് അത് മോഡ്ഗേജ് അനുമതി കൊടുക്കുക, പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കുക. ഇത് രാഷ്ട്രീയമായി സർക്കാർ എടുത്ത തീരുമാനമാണ്. ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇതിനകത്തെ $1 million ക്വസ്റ്റ്യൻ. ഇങ്ങനെ എത്ര പേർ, ഞാൻ കേട്ടിട്ടുള്ളത് കർണാടകത്തിൽ ഇതാണ് പരിപാടി എന്നാണ്. അതെന്തൊരു വിചിത്രമായൊരു രീതിയാണ്. കാർഷിക ഭൂമി 1,50,000 ഏക്കർ കാർഷിക ഭൂമി ഇങ്ങനെ പല കൈ മറിയുന്ന ഒരു രീതി കേരളം എന്തായാലും അനുവദിക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. കേരളത്തിൻ്റെ രീതി അതല്ല. കേരളത്തിൽ ഓരോ ഇഞ്ച് ഭൂമിക്കും കണക്ക് പറയുന്ന, തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള അവ്യക്തത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തീർക്കണം. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കണം. രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ ആൻഡ് അഗസ്റ്റിൻ, എങ്ങനെയാണ് തോന്നുന്നത്? ഈ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായി വരുന്ന സമയത്ത് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി പിന്നെ BJPയെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള നിലയിലേക്കായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ആ സമയത്ത് ചർച്ച ചെയ്തത്. ഒരു സമയത്ത് കേരളത്തിൻ്റെ ഒരു BJPയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ RSSൽ കൂടിയും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ കൂടിയും അടിത്തട്ടിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്ന നേതാക്കന്മാരാണ് BJPയെ എക്കാലത്തും നേതാക്കന്മാരിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി എല്ലാവരെയും നിങ്ങൾ ആരെ നോക്കിയാലും അങ്ങനെയാണ്. ഏത് മൊറാർജി ഭവനിലുള്ള എല്ലാവരും ഏത് നേതാവ് നോക്കിയാലും അങ്ങനെയാണ്.
കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുറത്തു നിന്ന് ഒരാൾ നേരെ വന്ന് BJP സംസ്ഥാന അധ്യക്ഷനായി കാണുന്നത്. കാരണം ആ സമയത്ത് അത് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് അതിനെ ഡീൽ ചെയ്യപ്പെട്ടതെന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് BJP ആ രീതിയിൽ കേരളത്തെ BJPനെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായ ആൾ വന്ന് കൈകാര്യം ചെയ്താലേ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ശൈലിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരാണ് കണ്ടത്. അപ്പം എന്താ ചെയ്യുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ കർണാടക ബേസ് ചെയ്ത് നിന്ന ആളാണ്. അദ്ദേഹം കർണാടക രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹം കർണാടകയിലെ രാജ്യസഭ MP ആകുന്നത് എങ്ങനെയാണ്? 2006 കർണാടക രാജ്യസഭ MP ആകുന്ന പറഞ്ഞാൽ കർണാടകയിലെ എല്ലാ MLA-മാരും അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം ഒരു പാർട്ടിയുടെയും ഭാഗമല്ല, പക്ഷേ അദ്ദേഹം രാജ്യസഭ MP ആയി. എങ്ങനെയാണ്? എല്ലാ എല്ലാ MLA-മാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കി. ഈ കർണാടക, ആന്ധ്ര, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഈ രാജ്യസഭ MP-മാരെ കാണുന്നത് എങ്ങനെയായിരിക്കും? എല്ലാം പണം കൊടുത്ത് സീറ്റ് വാങ്ങി അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ JDS എന്നോ JDU എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കി എന്നുള്ളത്. അവിടുന്ന് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് BJP-യുടെ നേതാവാകുന്നു, അത് കഴിഞ്ഞ് പിന്നെ കേന്ദ്രമന്ത്രിയാകുന്നു, അദ്ദേഹം അത് കഴിഞ്ഞ് രാജ്യസഭ MP ആയി മാത്രം നിൽക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കന്മാർക്കും BJP-യുടെ അണികൾക്കും അത് അത്ര ദഹിക്കണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ ഈ പറഞ്ഞ CPM-നോടും BJP-നോടും പടവെട്ടി വിജയിച്ച് കയറി വരുന്ന ഒരു നേതാവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് എന്താണ്, ഒരു കണ്ണൂരിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് BJP അല്ലെങ്കിൽ RSS CPM അക്രമം എന്താണ്, കോൺഗ്രസ് അക്രമം എന്താണ്, ഇതൊക്കെ കണ്ട് ശീലിച്ച BJP നേതാക്കന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നെഞ്ചിലൊരു മുറിവാണ്. കാരണം ഇതൊന്നും അറിയാത്തൊരു നേതാവ് കോർപ്പറേറ്റ് സ്റ്റൈലിൽ ഈ കാര്യം ചെയ്യാൻ വരുന്നു. അദ്ദേഹം വന്നിട്ട് ആദ്യം തന്നെ കാവിക്കൊടി എടുത്ത് മാറ്റുന്നു, അദ്ദേഹം ആദ്യം തന്നെ കളർ എടുത്ത് മാറ്റുന്നു, പിന്നെ ചുവപ്പ് കൊണ്ടിരുന്നു, പച്ച എടുത്ത് മാറ്റുന്നു, അതിന് പകരം വെള്ളം കൊണ്ടുവരുന്നു. ഇതൊക്കെ നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു BJP സംവിധാനത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് അദ്ദേഹം തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം പല നേതാക്കന്മാരെ അടുപ്പിക്കുന്നില്ല. പല നേതാക്കന്മാർ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതിന് മുൻപ് ആരൊക്കെയാണ് നേതാവാകുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരാണ് സംസ്ഥാന അധ്യക്ഷനാകുക എന്ന് അറിയാതെ ജനങ്ങൾ ഉഴലുകയായിരുന്നു. കാരണം അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം കേന്ദ്രത്തിൽ നിന്നൊരു ഒരു കോർപ്പറേറ്റ് ഭരണം കൈകാര്യം ചെയ്ത ആൾ ഇങ്ങോട്ട് വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം കേരളത്തിലെ ജനങ്ങളും നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുമെന്ന് പറയുന്നു, V മുരളീധരൻ തിരിച്ചു വരുമെന്ന് പറയുന്നു, MD രമേശ് നേതാവാകുമെന്ന് പറയുന്നു, സംസ്ഥാന പ്രത്യക്ഷനാകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഒരു സുപ്രഭാതം ഇദ്ദേഹം വരുന്നതെന്നുള്ളതാണ്. അദ്ദേഹം വന്നതിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ BJP-യിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, വലിയ രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം അനൂപ് ആൻ്റണിയെ കൊണ്ടുവരുന്നു, ഷോൺ ജോർജിനെ കൊണ്ടുവരുന്നു, ക്രിസ്ത്യൻ ഇൻറോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല ക്രിസ്ത്യൻ വിഷയങ്ങളിലും ഈ പിന്നെ സ്ഥലത്തിൻ്റെ വിഷയം, ഇത് മുനമ്പം വിഷയത്തിലടക്കം വലിയ കാര്യമായ ഇടപെടൽ നടത്തുന്നു. ക്രിസ്ത്യൻ സഭകളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ക്രിസ്ത്യൻ നേതാക്കന്മാരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. അപ്പം വലിയ രീതിയിൽ ഇൻറോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെ മുഴുവൻ RSS, അടിസ്ഥാനപരമായി RSS BJP സംവിധാനങ്ങൾ കൈവശം വെച്ചിരുന്ന ആൾക്കാരെ മുഴുവൻ തഴയുകയും ചെയ്തു. ഒരു പുതിയ സംവിധാനത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ നേതാവിന് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഏഷ്യനെറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹം കോർപ്പറേറ്റ് നേതാവും, അദ്ദേഹം ജൂപ്പിറ്ററിൽ പോകുന്ന സമയത്ത് അവിടെ കോർപ്പറേറ്റ് നേതാവും, അദ്ദേഹത്തിന് വലിയ കമ്പനികളുടെ തലപ്പത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കോർപ്പറേറ്റ് ആളായിട്ടും, അതേ ആൾ BJP-യിൽ വരുന്ന സമയത്ത് സാധാരണക്കാരൻ ആളായിട്ട് പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ ചോദിച്ചാൽ പറയും, അയ്യോ അതെൻ്റെ അല്ല, അത് ഞാൻ ഭാഗമല്ല, പക്ഷേ എന്താണ്, ഞാനാണ്, ഇത് ഞാനല്ല, ഞാൻ വേറെ ആളാണെന്ന് പറയുന്ന പോലെയാണ്. എന്നെ ഇങ്ങനെയല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുക, ഞാൻ വേറെ ആളാണ്. അപ്പം ഇത് ചാനലിൻ്റെ തലപ്പത്തിയുള്ള സമയത്ത് അത് എൻ്റെ അല്ല, അത് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും, പക്ഷേ എന്താണ്, എനിക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ നടപ്പിലാക്കിയാൽ മതി എന്നുള്ള ശൈലിയാണ്. അപ്പം ഞാൻ ഇന്ന് ഏഷ്യൻ്റെ ചർച്ച ചെയ്യുന്നു, പിണറായി മോദിയുടെ ഐശ്വര്യമോ എന്നാണ് ചോദ്യം. അത് ചർച്ച ചെയ്യുന്ന ആരാന്നറിയോ? BJP സംസ്ഥാന അധ്യക്ഷൻ്റെ സ്വന്തം ചാനലാണ്, അദ്ദേഹം അതിൻ്റെ ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് അവിടെ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ വലിയ മീറ്റിംഗ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ 30ാം വാർഷികം നടക്കുകയാണ്, അവിടെ അദ്ദേഹം ചെല്ലുന്നില്ല. കാരണം അദ്ദേഹം മോലാളിയെ പോലും അങ്ങോട്ട് ചെല്ലുന്നില്ല. ഞാൻ ഈ കാര്യം ഞാൻ ഈ മീറ്റ് എഡിറ്റേഴ്സിൽ പറയണമെന്ന് ആലോചിച്ചതാണ് കുറേ. കാരണം ഞാനിവിടെ ഇരുന്നിട്ട് ഈ റിപ്പോർട്ടറിൻ്റെ തലപ്പത്തിരുന്ന് ഞാൻ ഈ വേറൊരു ചാനലിൽ മുതലാളിക്കെതിരെ പറയണമെന്ന് ആലോചിച്ചു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു കോക്കസ് സംവിധാനം ഇങ്ങനെ പ്രവർത്തിക്കും. കോക്കസ് സംവിധാനം ആർക്കെതിരെയും തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഒറ്റയടിക്കടിക്കും. അത് കഴിഞ്ഞാൽ അത് അങ്ങനെ അവസാനിക്കും. ഇപ്പോൾ എനിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. കാരണം അത് ആ കോക്കസ് മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ അത് ഈ തിരിച്ചടി ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ വേറെ എത്ര ചാനലുകൾ ഇതെടുത്ത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരള ചർച്ച ഇത് തന്നെയാണ് കർണാടകയിലെ അവസ്ഥ. കർണാടകയിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചാനലുണ്ട്, അദ്ദേഹം അവിടുത്തെ രാജ്യസഭ MP ആയിരുന്നു, അവിടുത്തെ നേതാക്കൾ. കാരണം ഞാൻ പറഞ്ഞു 140 MLA-മാരെ വിലക്കെടുത്ത് രാജ്യസഭ MP ആയ ഒരാൾ, അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അവിടെ ഒരു 175 ഏക്കർ സ്ഥലത്ത് അവിടുത്തെ MLA-മാർ വേണ്ട സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വേണ്ട സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് രാഷ്ട്രീയ നേതൃത്വം സമരം ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു സെൻറ്റിന് 1100 രൂപ മാത്രം കൊടുത്തു. ഒരു സെൻറ്റിന് 1100 രൂപയാണ്.
എന്താ പറയുക, ഒരു ഏക്കറിന് എത്രയാണ് 1,10,000 രൂപ കൊടുത്തിട്ട് 95 സ്ഥലം മേടിക്കുന്നു. അത് 2009 ആകുമ്പോഴത്തേക്കും എത്ര 2005 എന്ന് പറഞ്ഞാൽ 14 വർഷത്തിലേക്ക് അപ്പുറം 275 കോടിക്ക് 81 ഏക്കർ മാത്രം വെക്കുന്നു. അപ്പോൾ എത്ര മടങ്ങാ ലാഭം? 1000 മടങ്ങോ 2000 മടങ്ങോ? എത്ര ലാഭം? അത് 1000 രൂപയ്ക്കാണ് ഒരു സെൻറ്റ് സ്ഥലം മേടിക്കുന്നത്, വെറും 1000 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾക്ക് 275 മേടിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് അവിടുത്തെ MLA-മാർക്ക് മുഴുവൻ പൈസ കൊടുക്കാനുണ്ടാവുന്നേ. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾക്ക് അവിടെ 175 180 MLA-മാർക്ക് ഉണ്ടെങ്കിൽ 1 2 കോടി കൊടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? 285 ഒരു ഒറ്റ സ്ഥലം വിൽക്കുക. അത് കഴിഞ്ഞ് 2014 അതിൻ്റെ ബാക്കി 31 ഏക്കർ വിൽക്കുമ്പോഴത്തേക്കും അടുത്ത പൈസ കിട്ടുകയാണ്. 13 കോടി രേഖകളിൽപ്പെട്ട പൈസ മാത്രം ഒരു സ്ഥലം വിറ്റിട്ട് കയ്യിലേക്ക് കിട്ടുന്നു. ഇത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ഭൂമി, ഇപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കാതെ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇതാരും ചർച്ച ചെയ്യപ്പെടില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് അത് വാങ്ങാനും വിൽക്കാനുള്ള അധികാരമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാജ്യസഭ എംപിയും ഒരു കേന്ദ്രമന്ത്രിയും ഒരു റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ, കാരണം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഭാഗം എന്നറിയോ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന റെഗുലേറ്ററി ബോർഡിൻ്റെ മെമ്പറായിക്കൊണ്ട് അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ പരിപാടിയല്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് വേറെ കാര്യം എന്താണ്, സർക്കാർ ഏറ്റെടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പൊസിഷൻ കൊടുക്കുക. ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ കാലാവധി ഇപ്പോൾ 30 വർഷത്തെ. ഇപ്പോൾ കിൻഫ്രൻ്റെ സ്ഥലം കേരളത്തിലുണ്ട്, നമുക്ക് പോയി ലീസിനെടുക്കാം. അത് നിശ്ചിത തുക കെട്ടി വെച്ച് ലീസിനെടുക്കാം. അതെന്തിനാണ്? ഇന്ന വ്യവസായം നടത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ചെയ്ത് നമുക്ക് തരും. ഇതാ കളർ TV നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കിൻഫ്രയുടെ അകത്ത് ഇത്ര സ്ഥലം തരുന്നു. ആ സ്ഥലം നമ്മൾ എടുക്കുന്നു, അത് നടപ്പിലാക്കി 30 വർഷമോ 35 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലം ആർക്ക് തിരിച്ചു കൊടുക്കണം? സർക്കാർ തിരിച്ചു കൊടുക്കണം. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി എനിക്ക് എൻ്റെ ബിസിനസ് തകർന്നു പോയി, എനിക്ക് കമ്പനി വേറെ ആൾക്ക് വിൽക്കാം. അത് ആരുടെ അനുമതിയോടുകൂടി? സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് 1994 ലീസിന് പൊസിഷൻ കൊടുത്ത സ്ഥലം 2006 കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 6 കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്ത് ചെയ്യും? സർക്കാരെ സമീപിച്ചിട്ട് പറയുകയാണ് ഇതിന് ലോൺ എടുക്കാനുള്ള അവസ്ഥ നമുക്ക് തരണം. ഈ സ്ഥലത്ത് ലോൺ എടുക്കാനുള്ള സംവിധാനം തരണം എന്ന് പറയുന്നു. അപ്പോൾ ലോൺ എടുക്കാനുള്ള ഇത് കൊടുക്കുന്നു, കൂടെ എന്ത് ചെയ്ത് വിൽക്കാനുള്ള അനുമതിയും കൊടുക്കുന്നു. പിന്നെ മന്ത്രിയുടെ പേര് പറയും, കട്ട സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എവിടെയെന്നറിയാം ഇപ്പോൾ ഉള്ളത്? ജയിലിലാണ്. ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിലാണ് കിടക്കുന്നത്. അപ്പം ആ ഭൂമി എന്ത് ചെയ്തു? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം ഇതുപോലത്തെ പരിപാടി നടത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ കേസിനുള്ളതല്ല. അദ്ദേഹം കാരണം ഒരു മന്ത്രി എന്തിനാണ് ജയിലിൽ പോകുന്നത്? ഒരു മന്ത്രി ജയിലിൽ പോകുമ്പോൾ അദ്ദേഹം, ഞാൻ പറയുന്നത് സർക്കാർ 94 ലീസിന് കൊടുത്ത ഭൂമി അല്ലെങ്കിൽ പിന്നെ കൈവശം വെക്കാൻ കൊടുത്ത ഭൂമി അത് 2006 ആകുമ്പോഴത്തേക്ക് വിൽക്കാനുള്ള അനുമതി, 2006 ആകുമ്പോഴത്തേക്ക് വിൽക്കാൻ 2009 വിറ്റിട്ടുണ്ട്. 2013 അതിനെന്താണ്? അതിനകത്ത് രേഖകളുണ്ടോ? അതിനകത്ത് കാര്യമായ രേഖകളില്ല എന്നുള്ളതാണ്. ആ രേഖകളുണ്ടോ? എന്താണ്? അപ്പോൾ പിന്നെ BPL വന്നിട്ട് പറയാണ് രാജീവ് ചന്ദ്രശേഖറിന് BPLുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞാൽ മലയാളിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചൻ എന്ന് പറയുന്നത് BPLൻ്റെ മുതലാളിയാണ്, അദ്ദേഹത്തിൻ്റെ ഓണറാണ്. BPLൻ്റെ ഫൗണ്ടറാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ഔദ്യോഗികമായിട്ട് BJP പറഞ്ഞു വരുന്നതും. അദ്ദേഹം BPL ഡെവലപ്പ് ചെയ്ത അദ്ദേഹമാണ്. BPLൻ്റെ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്ത അദ്ദേഹമാണ്. BPLൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അദ്ദേഹമാണ്. ഇന്ന് BPL വന്നിട്ട് പറയാണ് ഇത് BPLൻ്റെ ഭാഗമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന്. പക്ഷേ അങ്ങനെയാണ് ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഇലക്ഷന് മുഴുവൻ ഇദ്ദേഹം ഒരു ടെക്നോക്രാറ്റായി മാറിയതും ഇദ്ദേഹം ഒരു ഇലക്ട്രോണിസ്റ്റ് ആയിട്ട് മാറിയതും ഒക്കെ എങ്ങനെയാണ്? ഈ മൊബൈലിൻ്റെ ഭാഗമായിട്ട് തന്നെയും ഈ BPL ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പറയുന്ന രീതിയിൽ ഇതുപോലെ ഒരു ഭൂമി കുംഭകോണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? ഭൂമി കുംഭകോണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്നു. കാരണം രാവിലെ 10 മണിക്ക് ബ്രേക്ക് ചെയ്ത വാർത്തയാണ് അല്ലേ? 10 മണിക്ക് ബ്രേക്ക് ചെയ്ത വാർത്ത ഇന്ന് വൈകുന്നേരം ഈ സമയപരമായിട്ട് അതിന് മറുപടിയില്ല, അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൊണ്ട് പോസ്റ്റിരിക്കുകയാണ്. അദ്ദേഹം ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരാളെ കൊണ്ട് പിന്നെ എഴുതിക്കുകയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല. പിന്നെ എന്തിനാ ഈ പറയുന്ന BPL അതിനകത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് എന്തിനാ BPL ഇതിന് മറുപടി പറയാൻ പറഞ്ഞ കാര്യം? BPLനെ കുറിച്ച് പറയുമ്പോൾ BPL എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഈ ഭൂമിയായിട്ട് ബന്ധമില്ല, ഞങ്ങളിത് അങ്ങനെ ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എന്താ അറിയോ? 2003 സുപ്രീം കോടതി വിധിയാക്കിയെന്ന് പറയുന്നു. ഈ 2003 എന്താ സുപ്രീം കോടതി വിധിയാക്കുന്നത്? ഈ ഭൂമി അലോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. 96 തുടങ്ങിയിട്ട് ഈ ഭൂമി ഈ 1000 രൂപയ്ക്ക് സർക്കാരിൽ നിന്ന് ഏറ്റെടുത്തിട്ട് സർക്കാരിലേക്ക് അലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഭൂമിയുടെ സർക്കാർ അലോട്ട് ചെയ്ത കേസിനകത്ത് അത് തന്നെ ഇത് നിലനിൽക്കില്ല. കാരണം കർഷകരിൽ നിന്ന് 1000 രൂപയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കർഷകരും അവിടുത്തെ ജനങ്ങളും കോടതിയിൽ പോയി. അത് സുപ്രീം കോടതി എന്ത് ചെയ്തു? ഓൾറെഡി ഏറ്റെടുത്ത് പോയില്ലേ, ഫാക്ടറിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നു? സർക്കാർ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഇത് അതല്ല,
ഇതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയ ഭൂമിക്ക് പിന്നീട് എന്ത് ചെയ്യുക, ലോൺ എടുക്കാൻ പോകുന്നു. അത് ഞാൻ പറയുന്നത് സ്റ്റെപ്പായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത് മോട്ടിയോ. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റ് ആകുന്നത്. ഇതിന് മുൻപ് എങ്ങനെ പണം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് അന്വേഷിക്കട്ടെ, അതാണ് ഞാൻ പറയുന്നത്. 333 കോടി 2013 കിട്ടിയാൽ ഇന്ന് 2009 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2010 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2025 ആകുമ്പോൾ അത് 1000 കോടി 10000 കോടി ആവും. കാരണം അത്രയും സംവിധാനമുണ്ട്, രാഷ്ട്രീയ പിൻബലമുണ്ട്, കേന്ദ്രമന്ത്രിയാവുന്നുണ്ട്, രാജ്യസഭ MP ആവുന്നുണ്ട്, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരാളെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് സംസ്ഥാനത്തെ BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 ടെക്നിക്കലി BPL കിട്ടിയെന്നാണ് പറയുന്നത്. ടെക്നിക്കലി അതാ ഞാൻ പറയുന്നത് BPL കിട്ടിയിട്ടില്ല. അത് അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടേന്നേ, ഞാൻ BPL ആയിട്ടൊരു ബന്ധമില്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഞാൻ ഇതിനകത്ത് ഒരു നീക്കുപോക്ക് നടത്തിയിട്ടില്ല, 1994 ഞാൻ ഈ BPL അകത്തില്ല, 96 ഞാൻ ഇതിലില്ല, 2003 ഞാനില്ല, 2008 ഞാനില്ല എന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് 2026 BPL രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, 2025 രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. 1996 2006 2009 BPLൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ മതി. അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എടുത്തിട്ട് രാവിലെ തുടങ്ങി ഇത് വരും. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പം CPM ആണിത് കാര്യമായിട്ടൊന്ന് എടുത്തത്, ഗോവിന്ദമാഷ CPIയും CPM ഒക്കെയാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പം പക്ഷേ മറ്റേതെന്താണ്, പ്രധാനപ്പെട്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നാളെ രാവിലെ ഏഷ്യനെറ്റ് ചർച്ചയ്ക്ക് പോയിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുതലാളിക്കെതിരെ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏഷ്യനെറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ ഒന്ന് പറയുന്നു ഞാനിട്ട് വിചാരിക്കുന്നില്ല. അത് BJPയുടെ അധ്യക്ഷനായതുകൊണ്ടല്ല. BJPയുടെ അധ്യക്ഷന് മാത്രം കിട്ടുകയാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഇതിന് ചർച്ചയ്ക്ക് എടുത്തേനെ. പക്ഷേ ഇന്ന് രാവിലെ ചർച്ചയ്ക്ക്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ CPIയുടെ നാഷണൽ സെക്രട്ടറി സംസാരിക്കുന്ന സമയത്ത് ഏഷ്യനെറ്റിൻ്റെ മൈക്ക് മാത്രം വലിച്ചു പോകുന്നുണ്ട്. ഏഷ്യനെറ്റിൻ്റെ മൈക്ക് അതിനകത്തുണ്ട്, ആ ഏഷ്യനെറ്റ് മാത്രം വലിച്ചു. കാരണം അത് അവിടെ ടെലികാസ്റ്റിന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് ആരോപണത്തിന് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയുക, ഇതാ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവസാനിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ക്ലീനായിരിക്കണം, നീറ്റായിരിക്കണം. അദ്ദേഹം കോർപ്പറേറ്റ് ബിസിനസ് നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കോർപ്പറേറ്റ് ബിസിനസ്സായി BJPയെ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിർപ്പാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വിട്ടുനിൽക്കുന്നത്. കാരണം എന്താണ്, ഇങ്ങനെയല്ല BJPയെ കൊണ്ടു നടക്കുന്നത്, ഇങ്ങനെയല്ല കേരളത്തിലെ BJP വളർന്ന് ഈ പറയുന്ന 18% 19% വോട്ടിംഗ് ഷെയറിലേക്ക് എത്തിയത് BJPനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ BJPക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഇതുപോലെയുള്ള ഇടപാടുകൾ തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ 100% തിരിച്ചടിയാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത്. ശരി, രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള രാപകൽ സമരം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ തലസ്ഥാനത്ത്. അതുകൂടാതെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ സമരങ്ങൾ നയിക്കുന്നു. അതിന് ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന അധ്യക്ഷനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ വലിയ അഴിമതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നു. ആ പ്രതിഷേധത്തിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്നുള്ള മറ്റ് മുതിർന്ന BJP നേതാക്കളുടെ പരാതി. ഇന്നലെ കണ്ട രാപകൽ സമരത്തിലും സുരേന്ദ്രനെയും V മുരളീധരനെയും ക്ഷണിച്ചിട്ടില്ല എന്നൊരു പരാതി ഇവിടെ ഉയരുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ സംസ്ഥാനത്ത് BJPക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ BPLുമായി ബന്ധപ്പെട്ട BPL ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു സംവിധാനം തന്നെയായിരുന്നു. മലയാളിയാണ്, തലശ്ശേരിക്കാരനാണ് ഈ TGP നമ്പ്യാരുടെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് 91 ആ കുടുംബത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇതിപ്പോൾ ഈ കേസ് 96 അല്ലേ? ലാൻഡ് കിട്ടുന്നത് 96 അപ്പോൾ മുതലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ BJPയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് 2006 തൊട്ട് 2024 വരെ രാജ്യസഭ MP ആണ്. പിന്നീട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകുന്നു. ഇപ്പോഴിതാ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. സംസ്ഥാന അധ്യക്ഷനായുള്ള അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ കെട്ടിയിറക്കിയ നേതാവ് എന്ന രൂപത്തിലാണ് ഇവിടെ സംസ്ഥാനത്തെ നേതാക്കൾ അദ്ദേഹത്തെ കാണുന്നത്. ഒരു തരത്തിലും ആ ഒരു ഐക്യത്തിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലത്തും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, BJPയിൽ 2 ഗ്രൂപ്പുകൾ എപ്പോഴും 2 or 3 ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ മറ്റുള്ളവർ അപ്പുറത്ത് എതിർക്കും, പല ഘട്ടങ്ങളിലും എതിർ നിലപാടുകൾ കാണിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ രാജീവ് ചന്ദ്രശേഖരെ എതിർക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് അംഗീകരിക്കാവുന്ന ഒരു രാഷ്ട്രീയ ശൈലിയല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയൊന്നും ഇവർക്ക് ദഹിക്കുന്നില്ല. ഇവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതിൽ നേരത്തെയുള്ള നേതാക്കൾ പരാജയപ്പെട്ടു എന്നിടത്താണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കൊണ്ടുവരുന്നത്.
അപ്പോൾ അങ്ങനെ ഐക്യപ്പെടുത്താനായി അമിത്ഷാ തന്നെ തീരുമാനമെടുത്തു കൊണ്ടുവന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഓരോ വാർത്തയും അപ്പുറത്തെ വിവിധ ഗ്രൂപ്പുകൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. നോക്കൂ, ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ BJPയുടെ തലസ്ഥാനത്തെ ആസ്ഥാനത്ത് അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. നാളെ ഇനി പ്രതികരിക്കുമ്പോൾ ഏത് രൂപത്തിലാവും, പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം BJPയിലെ ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നിമിഷം വരെ അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, അതായത് പ്രതിരോധിക്കാൻ തയ്യാറായിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രതിരോധിച്ച് സംസാരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ഇതിനിടയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നുണ്ടോ, തനിക്കെതിരെയുള്ള പടയൊരുക്കം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പാർട്ടി ഓഫീസിലെ തന്നെ ആളുകളുടെ ഫോൺ പരിശോധിക്കുന്നു, ആരൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള പരിശോധന നടക്കുന്നു എന്നടക്കം. അപ്പോൾ കൂടെ ചുറ്റും നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലേക്ക് അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് ഈ വലിയ ആരോപണം വരുന്നത്. ഒരു വലിയ കുംഭകോണം എന്ന രീതിയിലുള്ള ഈ ആരോപണം ഉയരുമ്പോൾ BPLന്റെ ഒരു പ്രസ്താവന, ഒരു വാർത്താക്കുറിപ്പ് മതിയാവില്ല. രാഷ്ട്രീയമായ പ്രതികരണം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരണം. ഇവിടെ ഇപ്പോൾ ആകെ കൂടി രാഷ്ട്രീയ കലുഷിതമായ ഒരു സാഹചര്യമാണല്ലോ. ഇതിപ്പോൾ നോക്കൂ, ഈ നമ്മളോട് സംസാരിച്ച ഈ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, KN ജഗദേശ്, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി നൽകിയിട്ടുണ്ട്, SIT അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതിൽ ഈ പറയുന്ന കട്ട സുബ്രഹ്മണ്യവും BPLന്റെ പ്രതിനിധികളും രാജീവ് ചന്ദ്രശേഖരൊക്കെ എതിരെയുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ SIT അന്വേഷണം വേണമെന്ന ആവശ്യം അവിടെ ഉന്നയിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാരോടും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ചില മന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി അവരത് ഉപയോഗിക്കുമോ, മറിച്ച് അതൊരു വിലപേശലിനുള്ള ഉപകാരമാക്കുമോ എന്നുള്ളതാണ്. കർണാടക രാഷ്ട്രീയം നമ്മൾ പറയുന്ന പോലെ ഇവിടുത്തെ രാഷ്ട്രീയം പോലെയല്ല, വേറെ രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വിലപേശലിലേക്ക് മാറുമോ എന്നുള്ളതാണ്. ഇവിടെ രസകരമായ കാര്യം, ഇവിടെ കേരളത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള വിഷയത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്ന ഭരണപക്ഷത്തിന് ഒരു ആയുധമാവുകയാണ് ഇത്. അത് എത്രത്തോളം ആയുധമാക്കുമെന്നുള്ള വേറൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം അപ്പുറത്ത് പോയി MOU ഒപ്പിട്ടിട്ടുണ്ടല്ലോ. MOU ഒപ്പിട്ടത് BJPയും ഇവിടുത്തെ CPM തമ്മിലുള്ള ഒത്തുതീർപ്പാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. MV ഗോവിന്ദനടക്കം പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിനപ്പുറം അത് മുന്നോട്ട് പോകുമോ, ഒരു വലിയ പ്രതിഷേധ പരിപാടിയായിട്ടോ അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ആരോപണം ഉന്നയിക്കലായിട്ടോ അത് മുന്നോട്ട് പോകുമെന്നൊക്കെ അറിയേണ്ടത്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ ഇവിടെ കോൺഗ്രസ് നേതാക്കളൊന്നും ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. നാളെ ഒരുപക്ഷെ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താസമ്മേളനമൊക്കെ നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന് കാത്തിരിക്കുകയാണോ എന്നറിയില്ല. അപ്പോൾ ഒത്തുതീർപ്പ് എവിടെയൊക്കെ നടക്കുന്നു, കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസും BJPയും കൂടി ഒത്തുതീർക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ അത് ഒത്തുതീർക്കുകയാണോ എന്നുള്ളതാണ്. ഏതായാലും കർണാടകത്തിൽ നടക്കുന്ന ഒരു കാര്യം കേരളത്തിലൊരു വിഷയമാകുമ്പോൾ ഇവിടെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവിടുത്തെ BJP നേതാക്കളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഇനി അങ്ങ് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ, ഡൽഹിയിൽ എന്ന് വെച്ചാൽ BJP കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അത് ഏത് രൂപത്തിലാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ എനിക്കെതിരെ ഇവിടെ നേതാക്കൾ പടയൊരുക്കം നടത്തുന്നു, എനിക്കെതിരെ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനൊപ്പമായിരിക്കും നിൽക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കുംഭകോണങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും BJP നേതാക്കൾ നടക്കുന്നുണ്ട്. നല്ല ബിസിനസ്സുകാരായ ഒരുപാട് BJP നേതാക്കളുണ്ട്. നമുക്കിവിടെ കേരളത്തിൽ ഈ പറഞ്ഞ താഴെത്തട്ടിൽ നിന്ന് വന്ന് RSSൽ പ്രവർത്തിച്ച് അങ്ങനെ യുവമോർച്ചയിൽ പ്രവർത്തിച്ചൊക്കെ വന്ന ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന സുരേന്ദ്രനെ സംബന്ധിച്ചൊക്കെയുള്ള വിഷമോതാണല്ലോ. യുവമോർച്ചയിൽ നിന്ന് വന്നാണ് ഇത്രകാലം അധ്യക്ഷനായി. പക്ഷേ ഇവിടെ പാർട്ടിക്ക് വോട്ട് ശതമാനം കൂട്ടി എന്നതിനപ്പുറം ചില ഘടകങ്ങൾ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ബുദ്ധി അതൊരു ശരിയായ ബുദ്ധി ആയിരുന്നു എന്നതിന് ദേശീയ നേതൃത്വം ആലോചിക്കേണ്ടി വരും. നാളെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് പല രാഷ്ട്രീയ വിഷയങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം നന്നായി പ്രതികരിക്കുന്നുണ്ടെന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അതേസമയം അപ്പുറത്ത് K സുരേന്ദ്രൻ ഈ MOU ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പരിഹാസമായിട്ട് രംഗത്ത് വരികയാണല്ലോ. ആ പരിഹാസ രൂപത്തിലുള്ള പ്രതികരണം എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം. അപ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ലൈനിലേക്ക് വന്നല്ലോ, ഞങ്ങളതെല്ലാം പഠിപ്പിക്കാൻ പോകുന്ന സവർക്കറൊക്കെ ഇനി നിങ്ങൾ പഠിപ്പിച്ചിരിക്കും, അതാണ് ഞങ്ങളുടെ വഴിയിലേക്ക് നിങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ പ്രതികരിക്കാൻ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ ലാക്ക് ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ച് ആ തരത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അദ്ദേഹം എന്റെ ശൈലി, ആ ശൈലി ഇവിടെ ഓടുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ശൈലി അദ്ദേഹം പറയുന്നത് വാസവൻജി പിണറായി ജി എന്ന് പറയുന്ന ഒരു ശൈലി
പറയുകയുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരികമായി ഉയർന്ന തലമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. വാസവൻജി ഒഴിഞ്ഞു പോകൂ, രാജിവെച്ച് പോകൂ എന്ന് പറയുന്നതും വാസവൻ ഇറങ്ങി പോകണം, ഞങ്ങളത് സമരത്തിലേക്ക് നടക്കുന്നു എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ അത്രയും രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല, പുതിയൊരു ശൈലിക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ശരി, ആ ശൈലി എത്രത്തോളം, ആ ശൈലിക്ക് ഒരു കൂട്ട് വേണ്ടേന്നേ, പാർട്ടിക്കകത്തുനിന്നൊരു കൂട്ട് വേണ്ടേ. ഇപ്പോൾ അവിടെ കൈകൊട്ടി സന്തോഷിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ രാപ്പകൽ സമരമൊക്കെ സാധാരണ BJP നടത്തുന്ന സമയത്ത് 10,000 എടുക്കുക. അതായത് BJP സംസ്ഥാന നേതൃത്വത്തിൽ നേരിൽ ക്ലിഫ് ഹൗസിൻ്റെ ഒരു രാപ്പകൽ സമരം നടത്തുന്ന സമയത്ത് 1200 1300 ആൾക്കാരൊന്നും അല്ല. കാരണം 10,000 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. ഇത് വളരെ ചുരുങ്ങി 1200 ചുരുങ്ങുകയാണ്. കാരണം അതുകൊണ്ട് സാധാരണക്കാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ശൈലി കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ച രീതി കണ്ടല്ലോ അല്ലേ. അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാനും പറ്റുന്നില്ല. ഒന്നാമത് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നൊരു മിക്സാണ്. അതിനെ എങ്ങനെയാണ് മറ്റുള്ളവർ ആയുധമാക്കുക, അതായത് ഈ പറഞ്ഞ CPM ആയുധമാക്കുന്നതും കോൺഗ്രസ് ആയുധമാക്കുന്നതല്ല, BJPക്കകത്ത് മറ്റ് ഗ്രൂപ്പ് ചുറ്റും നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ മുതിർന്ന BJP നേതാക്കൾ എങ്ങനെ ആയുധമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുക. അങ്ങനെ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ തിരിച്ചടിയാകും. എങ്ങനെയായാലും ഇതൊരു വിഷയമായിരിക്കുന്നു. ആ വിഷയം മറ്റുള്ളവർ ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നാളെ എന്താണ് അദ്ദേഹം വിശദീകരിക്കുക? ഞാൻ BPLന്റെ ഭാഗമല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഈ ഡീലിങ്സുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വിശദീകരിക്കുമെന്ന് നമുക്ക് ഒരു കൗതുകമായി അവിടെ നിൽക്കുന്നു. ഏതായാലും നിലവിൽ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Meet the editors.